സ്കീം 2024 ലേറ്റസ്റ്റ് അപ്ഡേറ്റ് ആണ്. അതായത് എഞ്ചിനീയറിംഗ് ഫാർമസി കോഴ്സിൻ്റെ പ്രവേശനം പുതുക്കിയ എക്സാം ഡേറ്റും സമയവും പ്രസിദ്ധീകരിച്ചു. അപ്പോൾ ഇതിൽ നിങ്ങൾക്കൊരു കൺഫ്യൂഷൻ വേണ്ട. ഇതിൽ നമുക്ക് എഞ്ചിനീയറിങ്ങിൻ്റെ എക്സാമിൻ്റെ ഡേറ്റിൽ മാറ്റമൊന്നുമില്ല. അന്ന് IMEയുടെ ടെസ്റ്റ് വരുന്നുണ്ട്, ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റുകളൊക്കെ ഇതിൻ്റെ ഇടയ്ക്ക് വരുന്നുണ്ട് ഐസറിൻ്റെ. പക്ഷേ എഞ്ചിനീയറിങ്ങിൻ്റെ എക്സാം ഡേറ്റിൽ വ്യത്യാസമൊന്നുമില്ല. 5 മണി മുതൽ 9 മണി വരെയാണ്. വ്യത്യാസം വന്നേക്കുന്നത് സമയത്തിലാണ്. സമയം നമുക്ക് 2 മണി മുതൽ 5 മണി വരെ ആയിരിക്കും എന്നുള്ളൊരു കാര്യം അവിടെ പറയുന്നുണ്ട്. സോ നിങ്ങൾക്ക് ഇത്രയും ദിവസം 7:30 റിപ്പോർട്ട് ചെയ്യണം എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഇനി ഈ ഒരു എക്സാം ടൈം എന്ന് പറയുന്നത് 11:30 റിപ്പോർട്ടിംഗ് ടൈം എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ആ ഒരു 11:30 മുതൽ ഇവിടെ ഈ ഒരു ഷെഡ്യൂളിൽ പറയുന്നുണ്ട് റിപ്പോർട്ടിംഗ് ടൈം 11:30 മുതൽ 1:30 വരെ എന്നുള്ളത്. പക്ഷേ നിങ്ങൾ അത്രയും ടൈമൊന്നും എടുക്കരുത്. എത്താൻ പറ്റുന്നവർ 11:30 തന്നെ എത്താനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. എക്സാം തുടങ്ങുന്നത് 2 മണിക്കാണ്. 2 മണി മുതൽ 5 മണി വരെയുള്ള ആ ഒരു ടൈമാണ് എക്സാം തുടങ്ങുന്നത്. ഇനി ഈ 10-ാം തീയതി നമ്മൾക്ക് റിസർവ് ഡേ ആയിട്ടാണ് വച്ചുകൊണ്ടിരുന്നത്. കാരണം ഈ പറയുന്ന ദിവസങ്ങളിൽ എന്തെങ്കിലും എക്സാം നടക്കാതിരുന്നാൽ ആ ഒരു ദിവസം നടത്താമെന്നുള്ള രീതിയിലായിരുന്നു. ഇപ്പോൾ 10-ാം തീയതി ഫാർമസി എൻട്രൻസിൻ്റെ എക്സാം ഡേറ്റ് ആയിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ 10-ാം തീയതിയാണ് ഫാർമസി മാത്രം എഴുതുന്ന കുട്ടികൾക്കുള്ള എക്സാം ഡേറ്റ്. അത് ഉച്ചയ്ക്ക് 3:30 മുതൽ 5 മണി വരെയാണ്. അങ്ങനെയുള്ള കുട്ടികൾ റിപ്പോർട്ട് ചെയ്യുന്നത് 1 മണിക്കാണ് റിപ്പോർട്ട് ചെയ്യേണ്ടത്. ഇവിടെ റിപ്പോർട്ട് ടൈം 1 മണി മുതൽ 3 മണി വരെ എന്നുള്ളതാണ് ഷെഡ്യൂൾ കൊടുത്തേക്കുന്നത്. പക്ഷേ 1 മണിക്ക് തന്നെ എത്താനൊക്കെ ആയിട്ട് ശ്രമിക്കുക കേട്ടോ. ഇനിയിപ്പോൾ ഇൻ കേസ് ഒരിത്തിരിയൊക്കെ വൈകിപ്പോയാലും കുഴപ്പമില്ല. പക്ഷെ നിങ്ങൾ ആ ഒരു അത്രയും സമയം ഉണ്ടെന്നുള്ളതെന്ന് വിചാരിച്ചിട്ട് വൈകരുത് എന്നുള്ളതാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു എക്സാം സെൻറ്ററിൽ നമുക്ക് കുറച്ച് ഇതുണ്ട്. അപ്പോൾ നമുക്ക് എൻട്രൻസ് കമ്മീഷണർ പറയുന്ന ഒരു ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പല ടെസ്റ്റുകളും ഈ ഡേറ്റുകളിൽ വരുന്നുണ്ട് അല്ലേ. അപ്പോൾ ആ ഒരു എക്സാം മാറ്റി വെക്കാനുള്ള സിറ്റുവേഷൻ ഇപ്പോൾ ഇല്ല. കാരണം ഇപ്പോൾ ഇനി എക്സാം മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇനി അറിയില്ല എങ്ങനെയാണ് കാലാവസ്ഥയും കാര്യങ്ങളൊക്കെ പോകുന്നതെന്നും. അപ്പോൾ ഇനി അതിനെപ്പറ്റി വൈകുവാണെങ്കിൽ നമ്മുടെ അഡ്മിഷനും കാര്യങ്ങളും എക്സാം നടത്തിയില്ലെങ്കിൽ പിന്നെ വൈകാനും അങ്ങനെയൊക്കെ അത് നിങ്ങൾക്ക് തന്നെ ബുദ്ധിമുട്ടാണ്. സോ അതുകൊണ്ട് എക്സാം മാറ്റുന്നില്ല എഞ്ചിനീയറിങ്ങിൻ്റെ, പക്ഷേ സമയം മാറ്റുവാണ്. അപ്പോൾ അങ്ങനെ ആ പല ടെസ്റ്റുകളും ഒരുമിച്ച് വന്നതുകൊണ്ട് കുറച്ചധികം കുട്ടികളെ ഒരേ ദിവസങ്ങളിൽ ഉൾപ്പെടുത്തേണ്ടി വന്നതൊക്കെ കൊണ്ടാണ് ഇങ്ങനെ എക്സാം സെൻറ്ററിൽ ഇപ്പോൾ ഈ പറയുന്ന ഡിസ്ട്രിക്റ്റിലൊക്കെ എക്സാം സെൻറ്റർ കുറവാണ്. സോ അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളൊക്കെ വന്നേക്കുന്നത് കേട്ടോ. അപ്പോൾ ഒന്നും കൂടി ഓർപ്പിക്കുകയാണ്, സമയം എഞ്ചിനീയറിങ്ങിൻ്റെ 5-ാം തീയതി മുതൽ 9-ാം തീയതി വരെയാണ്. ഡേറ്റ് അത് തന്നെയാണ്, മാറ്റില്ല. ടൈമിൽ 2 മുതൽ 5 മണി വരെയാണ്. പിന്നെ നിങ്ങൾക്ക് പുതിയ അഡ്മിറ്റ് കാർഡ് നിങ്ങൾ ഇനി കോളേജ് കൊണ്ടുപോകേണ്ടത് എക്സാമിനേഷന് ചെല്ലുമ്പോൾ കൊണ്ടുപോകേണ്ടത് പുതിയ അഡ്മിറ്റ് കാർഡാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ കാൻഡിഡേറ്റ് ലോഗിൽ നിന്ന് പുതിയ അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും കേട്ടോ. അപ്പോൾ എഞ്ചിനീയറിങ്ങിൻ്റെ റിപ്പോർട്ടിംഗ് ടൈം 11:30. ഫാർമസി മാത്രം എഴുതുന്നവർക്ക് 10-ാം തീയതിയാണ് എക്സാം. അത് 1 മണി മുതൽ 3 മണി വരെയാണ് റിപ്പോർട്ടിംഗ് ടൈം പറഞ്ഞേക്കുന്നത് കേട്ടോ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണേ. ടേക്ക് കെയർ. താങ്ക് യു.